അപ്പൊ ഞാൻ എഴുതാനുള്ള കാര്യം എനിക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ബേസിക് ആണ്. അങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ ആരംഭിക്കുന്നത്. അപ്പൊ ഞാൻ AKP എന്നുള്ള സംഘടന, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തന്നെ ഒരു 27ഓളം ക്ലാസ്സുകൾ, ഏകദിന ക്ലാസ്സുകൾ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് AKP സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ സമ്മേളനം, പാലക്കാട് ജില്ലാ സമ്മേളനം, മാള മേഖലാ സമ്മേളനം, അതുപോലെ കാസർഗോഡ് ജില്ലാ സമ്മേളനം, പാറശാല മേഖലാ സമ്മേളനം, ഇങ്ങനെ കുറേ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് KPVU എന്ന് പറഞ്ഞ പുതിയൊരു സംഘടന വന്നു. അതിന് വേണ്ടിയിട്ട് നൗഷാദ് എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഇപ്പോഴും ഞാനായിട്ട് നല്ല എടുപ്പുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ 3 ക്ലാസ് എടുത്തു. അപ്പോൾ ഈ KPVയും AKPയും തമ്മിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ AKPയിൽ മെമ്പറായ ഞാൻ KPVന് ക്ലാസ് എടുക്കുന്ന വിഷയത്തിൽ ചെറിയ ഇഷ്യൂകളൊക്കെ വന്നതോടുകൂടി പിന്നെ ക്യാമറകൾ നിരവധി മാറി മാറി ക്ലാസ്സിലേക്ക് വന്നു. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്രയും കുറേ ക്യാമറകളായി. മുമ്പൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് PD170, PD150 സോണിയുടെ, അതുപോലെ ക്യാനോണിൻ്റെ XL1, XM2, അതുപോലെ തന്നെ വേറെ ക്യാമറകൾ പാനസോണിക്കിൻ്റെ MD9000, ഇത്തരം കാറ്റഗറിയിൽ. പിന്നെ സോണിയുടെ തന്നെ മെമ്മറി കാർഡിലേക്ക് ഡിജിറ്റലിൽ നിന്നും ടൈപ്പിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മാറിയപ്പോൾ NX1, NX3, NX5 ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മാറിയപ്പോൾ കുറേ തരം ക്യാമറകൾ, കൂടാതെ ഈ DSLR ക്യാമറകൾ തന്നെ സോണിയുടെ, പാനസോണിക്കിൻ്റെ, ലൂമിക്സ് എല്ലാം ഇറങ്ങിയപ്പോൾ എല്ലാ ക്യാമറകളുടെയും കൂടി പറയാന്നുള്ളതൊരു ബുദ്ധിമുട്ടായി.